പൊന്നാന്റെ മറുട്ടി എന്റെ ആ മീനിന്റെ അക്കോറെ നോക്കാം നമ്മൾ ഇത്രങ്ങാനും പുല്ലാണ് മുളച്ചത്. ഇപ്പൊ അതുകൊണ്ട് ഞാൻ എന്തോ ഒരു ഇത് അതൊക്കെ പോട്ടെ. എനിക്ക് സ്കൂൾ തുറക്കാനായി പുതിയ നോട്ട്ബുക്കൊക്കെ വാങ്ങിട്ടാ. അതിന് പെരുന്നാൾ കഴിഞ്ഞിട്ടല്ലേ മറുട്ടിയെ സ്കൂൾ തുറക്കണത്. നമുക്ക് പോയി വാങ്ങി. സുബൈദ, റഹീമില്ലവിടെ? ആ മുജീബാക്ക കാക്കുണ്ട് ഇവിടെ, ഇങ്ങോട്ട് കയറിയിരിക്കേ. വലൈക്കും അസ്സലാം. ആ റഹീമേ, ചെറിയൊരു ചൊറുണ്ട്. നമ്മളെ വക്കീൽ എന്നെ വിളിപ്പിച്ചിരുന്നു. നമ്മളിപ്പോ ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ അതിന്റെ മുകളിൽ നമ്മളെ അംശം ഉണ്ടല്ലോ, ഒരു സ്റ്റേ കൊടുത്തക്കോളൂ. അപ്പൊ വക്കീലിനോട് കുറെ സംസാരിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് തിരിച്ചു കാണാൻ കിട്ടുന്നതിനൊക്കെ ചെയ്യണ്ടേ ചോദിച്ചു. അപ്പൊ ആ കാര്യം സംസാരിക്കാൻ വേണ്ടിട്ട് ഞാൻ അർജന്റായിട്ട് പോന്നിട്ടുണ്ട്. അംശം കൊടുത്തിക്കാണല്ലേ? അപ്പോൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കണല്ലോ മജീബേ. നമ്മളിപ്പോ എത്ര കണ്ട് ശ്രമിക്കുന്നതനുസരിച്ച് വളരെ ദുർബലതായിട്ട് കാണുന്നുണ്ടോ? ഇതങ്ങനെ വിട്ടാൻ പറ്റുമല്ലോ. ഏതായാലും വക്കീലിനൊന്ന് കാണാം നമുക്ക്. ആ അത് ചെറിഞ്ഞാൽ മരിക്കേ ഓനിപ്പോ നമ്മളിങ്ങനെ ശ്രമിച്ചിക്കണനുസരിച്ച് ഓനൊരു വളമാകണം. ഇപ്പൊ അതൊക്കെ അതിന് നല്ലൊരു തക്കതായ ഒരു മറുപടി നമ്മൾ കൊടുക്കാഞ്ഞാലേ നമ്മക്ക് വേണ്ടപ്പോ അവിടെ ജീവിക്കുകയൊക്കെ വേണ്ടേ. ഇതിപ്പോ ഇനി പണി നിർത്തി വെക്കേണ്ടി വരുമോ റഹീമേ? അതിന് പണി ഒന്ന് നിർത്തിയേക്കാണ്. ഏതായാലും വക്കീലിനെ കണ്ടിട്ടേ പണിക്കാർ സുഖമാവുന്ന കാര്യമല്ലോ. സൈറ്റിൽ നിന്ന് തരുമോ ഇഞ്ഞേ? അല്ല പിന്നെ എത്ര മേത്തൊക്കെ സിമെന്റ് അളജും പണിക്കാരൊപ്പം നിൽക്കുന്നു. അല്ല പിന്നെ പണിക്കാരൊപ്പം നിൽക്കാതെ അതിനല്ലേ എല്ലാരും കൂടി ഇന്നെ അങ്ങോട്ടാക്കിയത്. ഇപ്പൊ എല്ലാവർക്കും തൃപ്തിണ്ടാവുമല്ലോ. ഓന്റെ വർത്താനം മുജീബേ കാര്യത്ത് കൂട്ടണ്ട. കുഞ്ഞിനെ നമ്മക്കറിയില്ലേ. ഗപ്പി കുട്ടികളോട് എല്ലാ കുപ്പിയിലും എന്റെ മീൻകുട്ടികളെ കൊണ്ടിട്ട് ഞാൻ ആന്റെ ടാങ്കിലെ കൊണ്ടിട്ടു. എവിടെ കുറച്ച് പൈച്ചിട്ടാ പൈച്ചിട്ട് ജോൺസിന് ഇതെന്താ കുഞ്ഞ് അവിടുന്ന് ചോറ് നന്നായിട്ട് ഇങ്ങോട്ട് പോന്നിക്ക? നിങ്ങൾ പണിക്കാർക്ക് എന്താണ് ഭക്ഷണം ഇല്ല? ആ അവിടെ ആ പണിക്കാരടിയില് ബംഗാളികൾക്ക് ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങും പരിപ്പും ഇച്ചാവലാന്ന് തിന്നാന് ജോലി വളമ്പിക്ക പൈച്ചിട്ട് ജോൺസിന്. എന്നാണ് അകത്തേക്ക് നടക്കാൻ ഞാൻ വളമ്പി തരാം. പിന്നെ എന്നെ കൊണ്ട് ചേട്ടാ ഞാൻ അവിടെ പണിയെടുക്കാന് ജോലിയോട് പറഞ്ഞീനോ? ഞാൻ ഒന്ന് മാറ്റി തരാൻ പറഞ്ഞല്ലേ ഞാന്. എങ്ങനെ കുഞ്ഞ് ഞാൻ പറയാം? ആ താത്താന്റെ അമ്മാരെ ചെവി കെട്ടണ ഇതിന് അത് മതിയാവും. ഇപ്പൊ നോക്കിയാലും അതിന്റെ കാര്യം പറയാനോ ഇതിനൊക്കെ വിഷം കൊടുത്തു ഒന്നുകൂടെ. സുഹൃത്തേ എന്തമ്മാ? ഒന്നുമില്ല, പൊന്നു വിളിച്ചിരുന്നു. ഓള് വരുന്നുണ്ടല്ലോ. ഈ സിബിയായിട്ട് ഇവിടെ നിക്കോന്നാവോ? നമുക്ക് എന്തേലുമൊക്കെ ഉണ്ടാക്കണ്ടേ? അതിനിപ്പോ ഓള് വരാനെന്ന് പറയാനിപ്പോ ഓളിപ്പോ പോയിട്ട് ഇപ്പൊ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഷിബിയോൻ വരുമ്പോ നിക്കാണെങ്കിൽ എന്തേലൊക്കെ നോക്കാം. അല്ല മാരെ പുറത്ത് ഇതാരാ കുഞ്ഞിക്കോയ? ഓൻ സുബൈദാന്റെ അടുത്തേക്ക് വന്നിക്കാണേ. ഓൻ ചോറയിച്ച കജ്ജോണ്ട് കോഴിക്കളാട്ടിയമാര് എപ്പോഴും ഇവിടെ തന്നെ അല്ലേ? ഇവിടുന്ന് പോകലുണ്ടോ? എന്തേലും ആവട്ടെ. പിന്നമ്മ ഇങ്ങനെ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കേറി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കണ്ട. നിങ്ങളെ കാര്യം നോക്കി നടക്കി വെറുതെ ഓരോ പിത്തന ഉണ്ടാക്കാനായിട്ട്. ഞാനല്ലേ ഇവിടെ പിത്തന ഉണ്ടാക്കണത്? ഒന്നും പറയാൻ പറ്റൂല. ഒക്കെ പറഞ്ഞ കുറ്റേക്കാരം. ഇതന്നെ ഞാൻ റിയാസിന്റെ പെണ്ണുങ്ങളടുത്ത് നിക്കാത്തത്. മരുവളത്തെ നിങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റൂല, പിന്നല്ലേ ഇപ്പൊ ബാക്കിയുള്ളവരടുത്ത്. എന്തിനാ കുഞ്ഞ ആ കോൺട്രാക്ടറോട് വേണ്ടാത്ത അതും പറഞ്ഞത്? അയാളെ പണിയെടുക്കൂലേ? നീ എന്തിനാ വെറുതെ തട്ടിക്കരി അയാളെ? അത് ശരി, അനക്ക് എന്ത് തേങ്ങ അറിയാം? എനിക്കേ എന്റെ മാതിരിയല്ല, ഉത്തരവാദിത്വ ബോധമുണ്ട്. മനസ്സിലായ? അതേ പുറമൊന്നല്ല ആ ബില്ലിങ്ങും കാര്യങ്ങളും. അല്ലെങ്കിൽ അവിടെ സിമെന്റ് കൂട്ടുന്ന വെച്ച് കണ്ടില്ലേ? അങ്ങനെ കൂട്ടില് അത് പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ എന്റെ ഡ്രസ്സ് ചെന്ന് കണ്ടില്ലേ സിമെന്റും കാര്യങ്ങളൊക്കെ ആയത്? ഉത്തരവാദിത്വ ബോധമുണ്ടേ. അത് ശരി. കുഞ്ഞെടുക്ക പോണ്ടേ? ആ ഞാൻ വയ്ക്കുവാണ്. പണിയുണ്ട്, ഇത് എടുക്കണോ? ഞാൻ തെറ്റാ. ആ കുഞ്ഞിക്കോയ എന്താണ് ഉണ്ടാവണോ? എന്താ നമ്മളെ പ്രശ്നങ്ങൾ വരെ ഒരു കാര്യം പറയണെങ്കിൽ വരെ എന്നിട്ടപ്പോ എന്നോട് പറയാനുള്ളത് നിങ്ങളെ എങ്ങനെയുള്ള ആൾക്കാരാ? എന്താ ആൾക്കാരെന്നപ്പോ എനിക്കറിയുന്ന ആൾക്കാരല്ലേ? അതിപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കാണേ. നമ്മളൊക്കെ ഒന്നല്ലേ? എത്തിനെ പിന്നെ അങ്ങോട്ട് പിടിച്ചോണ്ടോണ്? എനിക്ക് പറയാ, എനിക്ക് നേരല്ല വേറെ പരിപാടി ഉണ്ട്. അതല്ലേ ഞാൻ അവിടുന്ന് ഒരു വർത്തമാനം കേട്ടോ. റെയിമാജിന്റെ കമ്പനിയിൽ നിന്ന് തിരുമറ എത്തിക്കാണ് നിങ്ങളെ പുറത്താക്കിയെന്നോ ഇപ്പൊ സെൻട്രിങ്ങിന്റെ പണിക്കാ പോകലെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാനത് വിശ്വസിച്ചില്ല. ഏത് അന്തല്ലാത്തവനോ എന്നോടാ പറഞ്ഞ്? അത് ശരി, അത് എന്റെ അളിയന്റെ കമ്പനിയല്ലേ? അത് എന്റെ കൂടി കമ്പനിയല്ലേ? അവിടെ എന്തിനാ എനിക്ക് തിരുമറി എടുത്തേണ്ട ആവശ്യം? ആ അത് ശരി. പറയുമ്പോ ഇങ്ങനെ പറയാം അളിയാന്റെ കമ്പനി. അളിയാന്റെ കമ്പനി ഇപ്പോഴും കൊണ്ടുവെക്കണ ആരാ? റെയിമാജിന്റെ മരോനല്ലേ? എത്ര കാലം ഇങ്ങോട്ട് പണിക്കണു. സ്വന്തമായിട്ട് ഒരു പരിപാടിയിൽ നോക്കിക്കൂടെ നിങ്ങൾക്ക് അവിടെ പോന്നു കാണ്ട്? ആ സ്വന്തമായിട്ടുള്ള പരിപാടികളൊക്കെ കുറെ ഞാൻ നോക്കിയതല്ലേ, ഒന്നാണ്ട് ലെവലായില്ല.
പിന്നെ ഇനിയിപ്പോ സ്വന്തമായിട്ട് എന്തെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിൽ തന്നെ കുറെ പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേ? ആ നോക്കണം. സ്വന്തമായിട്ട് ബിസിനസ് നിങ്ങൾക്ക് നിങ്ങൾ അളിയാൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഇല്ലേ ചോദിച്ചാൽ തരും ചെയ്യും. നമ്മളെ മോലാളി അംസാക്ക് എന്നോട് ഇടക്കിടക്ക് പറച്ചിലുണ്ട്, കുഞ്ഞിക്കോനെ പോലത്തെ സാമ്പത്തിക ആൾക്കാരാണ് നമ്മളെ ബിസിനസ്സിന് വേണ്ടത് എന്ന് ഇടക്കിടക്ക് പറച്ചിലുണ്ട് എന്നോട്. ഹംസക്ക് അങ്ങനെ പറഞ്ഞോ? മൂപ്പരൊക്കെ ഭയങ്കര കാഴ്ചപ്പാടുള്ള ആളുകളാ. എവിടെ എത്തി മൂപ്പര ലെവല്? അല്ലെങ്കിൽ അത് ആലോചിച്ചോക്കെ എൻ്റെ മോലാളി അംസാക്കാൻ്റെ കാര്യം എത്ര താഴത്തിനാണ് ആ ലെവലിലേക്ക് എത്തിയതറിയോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിലേ ഞാൻ മോലാളോട് പറഞ്ഞാണ്ടേ മോലാളി ഗോൾഡ് ബിസിനസ്സിൽ നിങ്ങളൊരു പാർട്ണർഷിപ്പ് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ ആൾ കേൾക്കും അത്. നിങ്ങളാണെങ്കിൽ സാമ്പത്തികമുള്ള ആളുമാണ്. അതിപ്പോ ശരിയാകപ്പത് ഏതായാലും ഞാനേ ഹംസാക്കാനൊന്ന് കാണുന്നുണ്ട്. അതൊന്നും വല്ലാതെ വൈകരുതേ. മൂപ്പര് ഇപ്പൊ പെരയുണ്ടാവും, നമുക്ക് ആളെ പോയി കാണും. നിങ്ങൾ വരിക ഇവിടെ വരും. വാതിലൊക്കെ തുറന്നിട്ടോക്കണോ? ഉമ്മ എവിടെ ഇവിടല്ലോരൊക്കെ? ഉമ്മ അല്ല മുറുട്ടിയെ, പെരുന്നാള് കഴിഞ്ഞപ്പോ സ്കൂൾ തുറക്കൂലേ, അപ്പൊ മൂത്തമ്മ പഴയ വീട്ടിക്ക് പോവൂലേ, അപ്പൊ എന്താ കാട്ട? ഞാനും മൂത്തമ്മാരുടെ ഒപ്പം പോരും. അതിനെങ്ങനെ മുറട്ടി? എൻ്റെ സ്കൂൾ ബസ് ഇതിലല്ലേ പോവുക? എന്നിട്ട് പിന്നെ അങ്ങ് ഒന്നാണ് കൊണ്ടുവരാൻ പോരുക, ഒന്ന് കൊണ്ടാക്കാൻ വരിക. അപ്പൊ ഉച്ചക്കൊരു ഗതികേടല്ലേ കാരം? ഉമ്മ ആ പൊന്നിതാക്കണു. അല്ല പൊന്നോജി എങ്ങനെ പോന്നു? സിബി വന്നിക്കണോ? ഇല്ല മമ്മ, ഷിബിക്കൊക്കെ എന്തോ തിരക്കുണ്ട് ഇറങ്ങാണ്ട് നേരത്തെ കമ്പനിക്ക് പോയി. അപ്പൊ ഞാൻ വണ്ടി വിളിച്ചങ്ങോട്ട് പോരേ. ഓ നേരത്തെ കമ്പനിക്ക് പോയിക്കൂടൂലേ? ഞാൻ നോമ്പടെ നിൽക്കും വിചാരിച്ചു സീനത്തിനോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന് പറയുന്നു. കുഞ്ഞിക്കോനെ കമ്പനിയിൽ നിന്ന് മാറ്റിയതുകൊണ്ട് ഓനിപ്പോ ഒരു സമാധാനം ഉണ്ടാവും. ആ അല്ലെങ്കിൽ ഓനെ കൊണ്ടല്ലേ എല്ലാവർക്കും ഗതികേടുണ്ടായിരുന്നു. നമുക്ക് പറ്റിച്ചില്ല. ഇതല്ലേ മങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കേറി വെറുതെ വർത്താനം പറയരുതെന്ന്. എത്താംസേ ഇന്നോട് ആശുപത്രിയിൽ നിന്ന് പോരാൻ പറഞ്ഞുകാണ്ട് ഇജൊരു വജ്ജ് കണ്ടുക്കണമെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇപ്പച്ച് തല്ലിട്ടീനി യാതൊരു വിഷമം നിങ്ങൾക്ക് ഇല്ലല്ലേ? ഇച്ച് പള്ളർച്ച് തല്ലിട്ടീന്നല്ലാതെ ഇപ്പൊ എന്തേണ്ടായത്? അതുകൊണ്ട് നിങ്ങൾ സമാധാനപ്പെടി ആചാര്യ. നിങ്ങൾ കുറെ ആസ്പത്രിയിൽ കിടന്നിട്ടോ കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല അവർക്ക്. ഞമ്മക്ക് വേറൊരു കോള് വന്നിട്ടിട്ടുണ്ട്. അതിന് ഞാന് കുറച്ച് ദിവസമായി ജോസിനെ ഏർപ്പാടാക്കിയതാ. ഇനി അതിന്റെ അടിയിൽ കയറിക്കാണ്ട് നിങ്ങള് കൊണ ഉണ്ടാക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞുതരാം. എത്ര കാട്ടിയാലും വേണ്ടില്ല, തല്ലിട്ടീന് ഒരു പരിഹാരം കണ്ടാൽ മതി. റഹീമാജിനെപ്പോ ഏതായാലും പ്രസിഡന്റ് സ്ഥാനത്തൊന്നും ഒഴിവാക്കിക്കണ്. അവിടേക്ക് ഇന്ന കയറ്റുന്ന ഞാൻ വിചാരിച്ചത്. അപ്പൊ അവിടെ ഞാനൊരു മോശക്കാരൻ. അതില് വലിയ കാര്യമൊന്നുമില്ല. അത് പള്ളി പ്രസിഡന്റ് അല്ലേ, അതിപ്പോ നിങ്ങള് വിടി, അത് വിഷയാക്കണ്ട. പിന്നെ ഇതിന്റെ അടിയിൽ നിങ്ങള് കൊടുന്നിക്കാണ്ട് ഇടങ്കോലിടരുതിട്ടാ. ഞാൻ ആദ്യം പറഞ്ഞു, അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ഇതെത്ത ഇടങ്കോലുണ്ടാ ഇടങ്കോലില്ല അറിയണേജ്? എത്ര സംഭവം എന്നൊന്ന് പറഞ്ഞോണ്ടേ. അത് ജോസഫ് കണ്ട് വരും, അപ്പൊ നിങ്ങളാണ് കണ്ടാ മതി. ജോസ കുഞ്ഞിക്കോയനെയും കൊണ്ടാണല്ലോ വരുന്നേ. എത്തിനാ ഓനങ്ങോട്ട് കൊടുക്കണ്ടേ? ഇതെത്താ ഇയാളിവിടെ? ഞാൻ ഇത് ശരിയായിട്ട് എന്നാ ആദ്യം പറഞ്ഞൂടെ? ഞാൻ പോയതൊന്നും കുഞ്ഞിക്കോയ ഇങ്ങോട്ട് വരികളെ. നിങ്ങൾ രണ്ടാളും ചെറിയ തെറ്റിദ്ധാരണന്റെ പേരില് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങൾ അതൊക്കെ മറക്കാം. രണ്ടാളോടും കൂടിയാ പറയണേ. അതൊക്കെ മറന്നിട്ട് പിന്നെ നമ്മൾ ഇവിടുന്നാണ്ട് ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ആ കയ്യാണ്ട് കൊടുത്താണ് സലാം ചൊല്ലിക്കാണ്ട് ഇങ്ങോട്ട് കൊടുക്കുക ആചാര്യങ്ങളെ. നിങ്ങളെന്താ ഈ ബാക്ക് കിക്കണേ? നമ്മളൊരു ടീമാണ് അറിഞ്ഞില്ലേ? ഞാനതപ്പൊ തന്നെ മറന്നിക്കണു. എന്നാലും എന്നാലും നിങ്ങൾ അതാണ്ട് വിട്ടാണ്. ഞാൻ അതല്ലേ പറഞ്ഞു അത് കേസാക്കണ്ട, കുഞ്ഞിക്കോയ നമ്മളെ ആളാണെന്ന്. നിങ്ങളുണ്ട് വന്നാണ്, നമ്മളകത്തുനിന്ന് സംസാരിക്കാം. ഇങ്ങോട്ട് വരും. കാക്കോ, കുഞ്ഞിക്കെന്തോ ഓന്റെ ചങ്ങായിന്റെ ഒപ്പം എന്തോ ഒരു കച്ചവടം എന്തോ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഒരു 10 ലക്ഷം ഉറുപ്പ്യ ജളിയാക്കാനോടൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് അവനോടൊന്ന് പറഞ്ഞു നോക്കി. അവൻ തിരിച്ചു വന്നോളും. അവൻ കുറെ ദിവസമായി ഇപ്പൊ ഇങ്ങനെ പറയണോ എന്നോട്. കുഞ്ഞിക്കോ എന്താ ഇപ്പൊ 10 ലക്ഷം ഉറുപ്പിക ഏർപ്പാട് കണ്ടിട്ടുണ്ട്? എന്താ കുഞ്ഞിക്കോയാ? അതളിയാക്കാ ഒരു വലിയൊരു ബിസിനസ്സാണ് ഗോൾഡായിട്ട് ബന്ധപ്പെട്ട്. ഇതിൽ ഞാൻ ഒറ്റക്കല്ല, അത് നമ്മളതിൽ പാർട്ണർഷിപ്പ് വിടുകയാണ്. ഇത് നമുക്കൊരു 6 മാസം കൊടുത്ത് ആ പൈസ തിരിച്ചു കിട്ടും. അത് കിട്ടുമ്പോൾ അളിയാക്ക് നമുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യാലോ. നിങ്ങൾ പറ്റുവെച്ചെങ്കിൽ ആ പൈസ ഓന് കൊടുത്തേ. ഓൻ ഇപ്പൊ കുറെ കാലല്ലേ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കമ്പനിയിൽ ഇപ്പൊ എടുക്കണ പണിയാണ്. ഇപ്പൊ ഓന് ഭയങ്കര ഗതികേടുവാണെന്ന് പറയുന്നുണ്ട്. ഓന് പറ്റുന്ന പണി എന്താ വെച്ചാൽ ചെയ്തോട്ടെ. അത് കുഞ്ഞേ, ഈ ബിസിനസ് പറഞ്ഞാണ്ട് നമ്മൾ അറിയാത്ത കാര്യത്തിലെടുത്ത് ചാടിയാലേ ഒപ്പമുള്ള ലാഭം കിട്ടും അതും ഇതൊക്കെ പറയും. അല്ലെങ്കിലും ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിലേ
ഇപ്പൊ അതിനൊന്നും പോണ്ടെന്നുള്ളതാണ്. ഇത് അങ്ങനല്ല അളിയാക്കാ, ഇത് നമുക്ക് 5-6 മാസം കൊണ്ട് തന്നെ നമുക്ക് മുതൽ മുടക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ സുബൈദ പറഞ്ഞ മാതിരി ഞാൻ ഇപ്പൊ കൊറേ കാലായില്ല ഇങ്ങനെ, ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ഏർപ്പാടാവുമല്ലോ ഇപ്പൊ ഇതായാലേ. അത് പറയുമ്പോ അങ്ങനെയൊക്കെ തന്നെ കാരണം എൻ്റെ അഭിപ്രായത്തിലേ ഇതിപ്പോ അതിനൊന്നും നിൽക്കണ്ടെന്നുള്ളതാണ്. ഇത് പണ്ടെന്താ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സുബൈദാറിന്റെ സ്വർണ്ണമൊക്കെ എടുത്ത് ചെയ്തില്ലേ, എന്നിട്ടിപ്പോ അതെന്തായി? അതിനൊന്നും നിൽക്കണ്ട കുഞ്ഞേ, ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോയാൽ മതി. അല്ലെങ്കിൽ എന്തിനാ ഈ പഴയ കാര്യങ്ങൾ ഇപ്പൊ ദീക്ക് എടുത്തിട്ടത്? അതിപ്പോ അന്ന് അങ്ങനെ ആയി എഴുതിയിട്ട് എപ്പോഴും പതേമാരി ആവുമോ? നിങ്ങൾക്ക് പറ്റി വെച്ചെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊടുത്താളി. അല്ലെങ്കിൽ ഓന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ എന്താണ് ഞാൻ പറയാൻ മടിച്ചു നിന്നുള്ളത്? ഇത് വേറെ എന്തെങ്കിലും വജ്ജയിക്കോ, ഇവിടുന്ന് ആരും എനിക്കൊന്നും തരില്ല. അത് എനിക്കറിയാം, എനിക്ക് പൈസ തരാൻ ആളെയാക്കൻ്റെ കയ്യിൽ പൈസ ജാക്കുള്ളൂ. അതാ ആജുമത്താത്താക്കും മക്കൾക്കൊക്കെ വാരിക്കൊരുക്കി എത്ര വേണമെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാൻ കാളിയാക്കൻ്റെ കയ്യിൽ കായുണ്ട്. അതൊക്കെ എനിക്കറിയാം. എന്ത് വർത്താനം പറയണ്ടേ? ആഴ്ചപ്പം കുട്ടിയേക്കും പൈസ കൊടുക്കേ? ഇത് ജനാവശ്യം പറയേ? ഇന്ന് ഒച്ചട്ട് പേടിപ്പിച്ചൊന്നും വേണ്ട, എനിക്കെല്ലാം അറിയാം. കാളിയാക്കാക്ക് കക്കാൻ മാത്രല്ല നിൽക്കാനും അറിയാം. എന്താ ആക്കോ? എന്താ ഇവിടെ എന്തൊക്കെ കുഞ്ഞജ്ജി ഈ പറയേണ്ടത്? അളയാക്കി എന്തിന് പൈസ കൊടുത്തുന്ന്? ആജുമത്താത്ത ബിൽഡിംഗ് സൈഡിക്ക് അളയാക്കാന്റെ അടുത്തേക്ക് പൈസ ഒക്കെ വന്നല്ലോ. എത്തൊക്കെയാണ് ഈ കുഞ്ഞി പറഞ്ഞത് കാക്കോ? നിങ്ങൾക്ക് എന്തിനാ ആഴ്ച മൊത്തം പൈസ ഒക്കെ നീണ്ടത്? എന്താ സുബൈദ ഇവിടെ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. എച്ചൊത്തും മനസ്സിലായില്ല താത്ത. എന്താ നിങ്ങളുടെ കാഴ്ച മൊത്തം നീണ്ട്? എന്താ നിങ്ങൾ പൈസ കൊടുത്തത്? അത് ആഴ്ച മുമ്പ് വന്നതേ. ഓളെ ചെറുക്കന് അസറപ്പിന് 50,000 കുറച്ച് മുമ്പ് വാങ്ങിന്നല്ലോ ഓള്. ആ പൈസ തരാൻ വേണ്ടി വന്നതാ. അത് കുഞ്ഞി കണ്ടിട്ടുണ്ടാവും, അതേ കാര്യം അങ്ങനെ പറയുന്നുണ്ട്. അതൊന്നല്ല, ആളിയാക്കാക്ക് ആജുമത്താത്ത അങ്ങോട്ട് പൈസ കൊടുക്കാൻ വന്നൊന്നല്ല. ആജുമത്താത്താക്ക് ആളിയാക്ക ഒരു കെട്ട് പൈസ നിർബന്ധിച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ കാക്കു ഈ പറയണത്? നിങ്ങൾ എന്തിനാണ് ആഴ്ചമുത്താത്താക്ക് പൈസ കൊടുക്കണത്? ഇത്രയും കിട്ടിയിട്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് മതിയായിട്ടില്ല? അല്ല, അതിലെന്തേലും ഉണ്ടാവും, അല്ലെങ്കിൽ പോരെന്തിനാ നിങ്ങളെ പിന്നെ തെരഞ്ഞു വരുന്നത്? എന്താ സീനത്തെ പറഞ്ഞത്? അതിലെന്തേലും ഉണ്ടാവുന്നു? എന്തുണ്ടാവണം? എന്നെ പറ്റിങ്ങൾ രണ്ടോളം എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ ഈ കുഞ്ഞിക്കോയ എന്തേലും പറഞ്ഞിട്ട് എന്തേലും വിളിച്ച് പറയല? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യും? നിങ്ങളായിട്ടില്ല. നിങ്ങളെ ചോദ്യം ചെയ്യല്ല, ഞങ്ങള് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കും ഇതൊക്കെ അറിയണ്ടേ? സീനത്തെ, കുഞ്ഞിക്കോയ പറഞ്ഞ മുഴുവൻ വിശ്വസിക്കൊന്നും വേണ്ട. ഓൻ കണ്ടതും കേട്ടതും ആവില്ല പറയണത്. അല്ലെങ്കിൽ റെയിം കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കിയത് നന്നായി. കുഞ്ഞിക്കോയനെ അതും ഇതൊന്നും പറയുന്നല്ല, നേരിട്ട് കണ്ട കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഞാനേ നിങ്ങളെ മാതിരി അതും ഇതും പറഞ്ഞ് കെണിക്കണ ആളൊന്നുമല്ല. മതി, നിർത്തികളെല്ലാരും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു എവിടെ എത്തി? കുഞ്ഞിക്കോയ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ തലയിടാനോ നിൽക്കണ്ട. അന്നെ ഏൽപ്പിച്ച പണി ചെടുക്കുക. അതിന് പറ്റൂല വെച്ചെങ്കിൽ ഇറങ്ങി പോടാ അവിടുന്നുണ്ട്. ഓനോട് പറഞ്ഞാലൊക്കെ ആയല്ലോ. നിങ്ങൾ ചെയ്ത തെറ്റിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? ഇതിന് ഇവിടെ നോക്കിക്കണത്, ഇത് പോടന്ന് ഓർന്ന്. എന്താ നിനക്ക് ഉറക്കൊന്നും വരുന്നില്ലേ? നീ ഉറങ്ങാത്ത? ഞാൻ ഗെയിം കളിച്ചിട്ടേ പൊന്നത്താത്ത ഫോൺ വാങ്ങിക്ക് ഇനിയും കളിച്ചണം. ഗെയിം ഇനിയും കളിച്ചേ? കടന്ന് ഉറങ്ങിക്ക. പക്ഷെ എനിക്ക് ഒറ്റ കളിച്ചാനൊരു മൊബൈൽ വാങ്ങിച്ചില്ല. എനിക്ക് വേറെ മൊബൈലായിരിക്കില്ലേ? മുറട്ടി എനിക്ക് ഉറങ്ങണ്ടേ? പോയി ഇറങ്ങിക്ക. ഇതാ വെള്ളം. ഞാൻ അപ്പച്ചിന്റെ അടുത്താ കിടക്കുന്നത്. ജിപ്പച്ചിനകത്ത് കിടക്കൊന്നും വേണ്ട, ഞാൻ മൂത്തമാനത്തെ കിടക്കേണ്ടത്. ഇങ്ങോട്ട് വാ. നിങ്ങള് ഇന്നെ തോൽപ്പിച്ചുള്ള പരിപാടിയല്ലേ? ആയിക്കോട്ടെ, എനിക്കിപ്പോ നിങ്ങളെ തോൽപ്പിച്ചാൻ പറ്റുമല്ലോ. മുറട്ടിയോടെ പോയി കിടന്നടാ. എന്ത് മെച്ചേ കുഞ്ഞുകാക്ക് എങ്ങനെ പറയണത്? വെച്ച് പൈസ കൊടുത്തു അയച്ചത്താക്ക് എന്നൊക്കെ. നീ അത് മതിയാകും. ഇപ്പോ എന്റെ പെരക്കാരുണ്ട്, താത്ത അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തെങ്കിലും കിട്ടാൻ നിൽക്കണം. ഇജിനോട് ഒന്നും ചോദിക്കല്ലേ, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് തല വേദനിക്കാണ്. ഇങ്ങോട്ട് പോന്നജ്ജ്. താത്ത ഓ അവിടുന്ന് പോരാൻ കൂട്ടക്കണ്ടേ? ഓൻ ഇപ്പച്ചിന്റെ തന്നെ കടന്നാ മതിയാറുണ്ട്. ഇജിന്ന് മൂത്തമ്മന്റെ ഒപ്പം കടന്നാ മതിട്ടോ. അല്ല സുബൈദ, കാക്കൂര് കുടിച്ചാള വെള്ളം മുറിയിൽ കൊണ്ടുവച്ചില്ലേ? ഞാൻ വെള്ളമൊക്കെ കൊണ്ടുവച്ചേക്കണു താത്ത. കാക്കുവിനോട് ഇപ്പൊ നമ്മളിങ്ങനെ കാട്ടണേനെ കിടങ്ങാറൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് ഇടങ്ങാറ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യണ്ടേ? എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും കാക്കു ഒന്നും വിട്ടു പറഞ്ഞില്ലല്ലോ. ഇജ്ജ് നോക്കിക്കണോ? അതന്നെ ഇപ്പൊ എനിക്കും മനസ്സിലാവാത്തത്. ആരോ ജനവാതിൽ മുട്ടുന്നു. ആരടാ അതെ? കൊറേ ദിവസം ആയിക്കണല്ലോ ഇത് തുടങ്ങിയിട്ട്. ആരടാ അതെ?
നെജില ഇജ്ജ് പോയണ അരികത്തിന്റെ അടുത്തോടഞ്ഞ വേണ്ട നമ്മള് പുറത്തേക്ക് ഇറങ്ങല്ലേ. കൊറേ ദിവസമായിക്കണത് മനുഷ്യന് കിടന്നുറങ്ങണ്ടേ. വേണ്ട ഒറ്റക്ക് പോവല്ലേ ഇമ്മ. ഇമ്മ മുജീബാക്ക ഉണ്ടാവുവല്ലേ പുറത്തേക്ക് കൊടുക്കാൻ പോയിക്കണ വൈ നേരായപ്പോ. അവിടെ ഉണ്ടാകും നേരത്തെ സാധാരണ അവിടെ ഉണ്ടാകലുണ്ട്. എല്ലാം അടിച്ചോക്കെ. മുജീബാക്ക മുജീബാക്ക അയച്ചമ്മ എന്റെ പോകുന്നു നാട് കയറിക്കോളി. മുജീബാക്ക ഞങ്ങള് ഒരു സങ്കടം പറയാൻ വന്നതാണ്. ഇപ്പൊക്കെ എന്താ വേറൊരു സങ്കടം? മുജീബാക്ക കുറച്ച് ദിവസമായിട്ട് മൂന്തി ആയി കഴിഞ്ഞാൽ ഞങ്ങളെ പെരയില് ജനാലിന് മുട്ടലും വാതിലിന് മുട്ടലായിട്ട് ഞങ്ങക്ക് കടന്നുറങ്ങാൻ കഴിയുന്നില്ല. ഞാനും ഈ പെണ്ണും മാത്രമുള്ള അവിടെ, മറ്റോള് പണി എത്തിക്കാണ്ട് പൊയ്ക്കല്ലേ. രാത്രി ഞങ്ങളൊന്ന് പുറത്തിറങ്ങുമ്പോത്തിന് ആൾക്കാർ പാഞ്ഞു പോണ ഒച്ചൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അതൊന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങളടുത്തേക്ക് വന്നത്. ആദ്യം ഞങ്ങൾക്ക് എന്തുണ്ടെങ്കിലും പാഞ്ഞു പോയിക്കാണ്ട് റഹീമാജിനോട് പറയേനി. അപ്പൊ അങ്ങോട്ട് പോവാൻ പറ്റൂലല്ലോ, അത് നിങ്ങൾക്ക് അറിയില്ലേ. റഹീമാജിന്റെ അടുത്തേക്ക് പോകാൻ പറ്റൂലല്ലേ? അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ്? ഇജ്ജുവിന്റെ മോളുമാണ്. ആ അംസിയും മൂസിയും കൂടി മറിഞ്ഞ് കേട്ടിക്കാണ്ടേ ഓരോരോ പരിപാടിക്ക് നിന്നു. അതിന് കൂട്ടും നിന്നു നിങ്ങളെ. ഓനെ പോലൊക്കത്തെ ഒരാളെ ഇതിലേക്ക് വലിച്ചേച്ചിക്കാണ്ട് കൊടുന്നു. വല്ലാത്തൊരു സങ്കടമായി. മുജീബാക്ക അതിന് ഞങ്ങൾക്ക് ഏറെ ഖേദമുണ്ട്. എന്റെ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ആ മൂസാജിയും അംസിയും കൂടി ഇതിനെ പറഞ്ഞിക്കാണ്ട് തിരിപ്പിച്ചാണ്. ഇതിനൊന്ന് ചിന്തിക്കാനുള്ള ഒരു വിവരമില്ലല്ലോ. ഞങ്ങളും വിചാരിച്ചിട്ടില്ല ഇത്രയും വലിയൊരു പ്രശ്നമായി മാറുമെന്ന് ഞങ്ങളും ചിന്തിച്ചിട്ടില്ല. അതിന്റെ ശേഷമാണ് ഞങ്ങൾക്ക് ഈ പെരയിൽ കടന്നുറങ്ങാൻ വയ്യാതൊക്കെ ആയത്. ഞങ്ങൾക്ക് അതിൽ നല്ല ഖേദമുണ്ട്. ഞങ്ങൾക്ക് പറയാൻ വേറെ ആരും ഇല്ലല്ലോ, നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളു ഞങ്ങൾക്ക്. പെരയിലൊന്നും കൂടെ വരെ ചില ബുദ്ധിമുട്ടിക്കൊണ്ടല്ലേ. ഏതായാലും ഞാനേ റഹീമിനിപ്പോ ഏതായാലും ഈ കാര്യം പറയണമില്ല, ഓനതിക്ക് ഇടപെടുത്തുന്നുമില്ല. അതോടൊക്കെ വേറെയും കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഞാൻ ഏതായാലും മെമ്പറൊന്ന് കണ്ടിട്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാട്ടെ, ഇവിടെ എന്താ വേണ്ട പോലെ ചെയ്യാം. ആയിക്കോട്ടെ മുജീബാക്ക. പിന്നെ ഇന്റെ അസർപ്പ് ബാംഗ്ലൂർ എവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു ആൾക്കാര്. നിങ്ങളും റഹീമാജിയും കൂടി ഓനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് പെട്ടിക്കാണ്ട് എന്റെ അടുത്ത് കൊണ്ടു തരണം. എനിക്ക് ആകെയിലുള്ള ഒരു ആൺതരിയാണത്. ഓനില്ലാഞ്ഞിട്ടല്ലേ എനിക്ക് ഇടങ്ങേറും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവണത്. അതായിക്കോട്ടെ അയച്ചമ്മോ, അതെന്താ വേണ്ട പോലെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ പൊയ്ക്കോ. നമ്മള് കരയണ്ട, മുജീബാക്കൊക്കെ കണ്ടുപിടിച്ചോളൂ. മുജീബാക്കൊക്കെ നമ്മളോട് ചെറിയൊരു വിവരമുണ്ടമ്മോ. ഇല്ലാതിരിക്കില്ലല്ലോ. റഹീമാജി മുജീബാക്കി അങ്ങനെ നടക്കണ മനുഷ്യന്മാരല്ലേ.